നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരാളുടെ മുഖത്ത് സിനിമയിൽ എങ്ങനെയാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത്? പലരും ചോദിച്ചിട്ടുണ്ട് ആവി എങ്ങനെ വരുന്നു എന്നുള്ളത്. ഗ്രാഫിക്സിന്റെ ഒക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഷോട്ടാണത്. ഗ്രാഫിക്സ് തന്നെയാണ് ഇപ്പൊ കൂടുതലും സിനിമകളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന് ഇതെങ്ങനെ ഉപകാരപ്പെടും? അത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ ഇത് നമ്മള് മുന്നേ ഉള്ള എപ്പിസോഡുകൾ, ആ എപ്പിസോഡ്, അതായത് കള്ള്, കഞ്ചാവ്, ബ്രാൻഡി, അതുപോലെ സിഗരറ്റ് എങ്ങനെയാണ് വലിക്കുന്നത്, സിഗരറ്റ് വലിക്കാത്ത ആൾക്കാർ സിനിമയിൽ എങ്ങനെയാണ് സിഗരറ്റ് വലിക്കുന്നത്, അത്തരത്തിലുള്ള എപ്പിസോഡുകളൊക്കെ ഞാൻ മുന്നേ ഉള്ള എപ്പിസോഡുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തീർച്ചയായിട്ടും കൊടുക്കുന്നതാണ്. നമ്മുടെ എപ്പിസോഡുകളിൽ തന്നെ ഉണ്ടത്. അപ്പോൾ ഈ സിഗരറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ ടീ ആണ് അതിനുള്ളിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ തന്നെ നല്ല സ്മോക്ക് നമുക്ക് വരും. അപ്പം നമുക്കൊരു കാരണവശാലും ഇതിന്റെ ഒരു സ്മെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വരത്തില്ല. ഗ്രീൻ ടീ ആണ് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഞാൻ മുന്നേ ഉള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നതെല്ലാം ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന്മാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യവും ഞാൻ എൻ്റെ എപ്പിസോഡുകളിൽ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്ന സ്റ്റീം വാപ്പറൈസറൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡ്രൈ ഐസ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടുമ്പോഴാണ് ഭയങ്കര ആവിയായിട്ട് വരുന്നത്. പക്ഷേ നമുക്ക് പച്ചവെള്ളത്തിലിട്ടാലും അത് ചെറിയ ഒരു ഇതിട്ട് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് നിന്ന് സ്മോക്ക് വരും. ഒരുപാട് സമയം നിൽക്കത്തില്ലെങ്കിൽ ആ സ്മോക്ക് വരും. അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് ഒരുപാട് അല്ല, വളരെ ലൈറ്റായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ആ ഡ്രൈ ഐസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, എല്ലാ സീനും ഭയങ്കരമായ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്? ആ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്തേക്ക് ഈ പ്രോപ്പർട്ടി ലിസ്റ്റൊക്കെ നേരത്തെ തരത്തില്ലേ എന്നൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ആ ചിക്കൻ പീസൊക്കെ ചെയ്ത സമയത്തേക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക്, അതായത് ഒരു സിനിമ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് പോലെയല്ല ഒരു സീരിയൽ ചെയ്യുന്നത്, ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അതൊന്നും അത്രയും വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ സീരിയലിലൊക്കെ പ്രോപ്പർട്ടി ലിസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ, അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ അന്നേരം ഇമ്മീഡിയറ്റ് ആയിട്ട് ചില സീൻ പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്യുന്ന സമയത്തേക്ക് വളരെ കൃത്യതയോടുകൂടി തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഐഡിയകൾ നമുക്കുണ്ടാകണം. കാരണം
നമ്മളിപ്പോൾ ഈ മുഖത്തേക്ക് വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ ക്യാമറമാൻ പറയുകയാണ്, ക്യാമറമാൻ്റെ ഒരു സജഷനാണ്, ആ മുഖത്തു നിന്ന് ആവി വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റ് അസിസ്റ്റൻറ്റിനോടായിരിക്കും, അല്ലെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടെങ്കിൽ ആർട്ട് ഡയറക്ടറോടായിരിക്കും. അപ്പോൾ അന്നേരം അയാൾക്ക് തോന്നുന്ന ഐഡിയ എന്താണ്, അത് ഷെയർ ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ പ്രോപ്പർട്ടി ലിസ്റ്റ് നേരത്തെ തരുന്നില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രോപ്പർട്ടി ലിസ്റ്റ് ഒരു സിനിമയാണെങ്കിൽ അതുപോലെ തന്നെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു സീരിയലോ ഒരു ഷോർട്ട് ഫിലിമോ ഒക്കെ ചെയ്യുമ്പോൾ ആ പ്ലാനിങ്ങിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് അത് ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ മുഖത്തേക്ക് നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ സ്മോക്ക് മുഖത്തെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഞ്ജയ് നമ്മൾ ആ ഗ്രീൻ ടീ ഇട്ടിരിക്കുന്ന ആ സിഗരറ്റ് ആണ് സഞ്ജയ് ആ മുഖത്തേക്ക് ഊതുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ വെള്ളം ഒഴിക്കുന്നത് നമ്മുടെ ദീപുവാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഒന്ന് നോക്കിയാൽ ദീപു, ഒന്ന് ഒഴിച്ചൊന്ന് കാണിച്ചേ, ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് കാണിക്കാം. അത് വലിച്ച് എല്ലാം പുക ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് ഓക്കെ. ആദ്യം നമ്മൾ സിഗരറ്റിൻ്റെ പുക ഊതുന്നതിനോടൊപ്പം തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഓക്കെ, ആക്ഷൻ. ഓക്കെ ആണോടാ? ഗ്ലാസ്സിൽ നിന്ന് ആവി പറക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ആ ഷോട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ഗ്രീൻ ടീ ഇട്ട ആ സിഗരറ്റ് ഊതിയതാണ് ആ ഗ്ലാസ്സിനുള്ളിലേക്ക്. അത് ആ ഗ്ലാസിൻ്റെ ക്ലോസ് ഷോട്ട് എടുക്കാൻ വേണ്ടി മാത്രമാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലാതെ കുടിക്കുന്ന ചായക്കകത്തോ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിനകത്തോ അങ്ങനെ ഊതാറില്ല. അത് ഒറിജിനൽ ആവി പറക്കുന്നത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പുതുമകൾ നിറഞ്ഞ ഈ കൊച്ചു എപ്പിസോഡുകളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ബൈ.